പാരമ്പര്യമായി കൈവരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഗ്ലോക്കോമ എന്ന്. അങ്ങനെയാണെങ്കിൽ മാഡം എന്തൊക്കെ പരിശോധനകളാണ് ഇത്തരത്തിൽ അസുഖം വരാൻ സാധ്യത ഉള്ളവർ ചെയ്യേണ്ടത്? നന്ദി ആര്യ. ഗ്ലോക്കോമയ്ക്ക് പാരമ്പര്യമായിട്ട് വരുമെന്നുള്ളത് ഇപ്പം നിസ്സംശയം പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും 2 ടൈപ്പ് ഓഫ് ഗ്ലോക്കോമ നമ്മുടെ സുശീല മേഡം ആദ്യമേ പറഞ്ഞു. ഓപ്പൺ ആംഗിളും നാരോ ആംഗിളും രണ്ടിലും പാരമ്പര്യം. പണ്ട് ഓപ്പൺ ആംഗിൾ മാത്രമായിരുന്നു പാരമ്പര്യം ആയിട്ട് വരുന്നതെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നാരോ ആംഗിൾ ഗ്ലോക്കോമയിലും പാരമ്പര്യമായിട്ട് ഇപ്പം എന്റെയൊക്കെ തന്നെ ഞാനൊരു 10-20 കൊല്ലമായി കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഗ്ലോക്കോമയിലെ ഒരുപാട് രോഗികളെ നോക്കുന്നതിൽ നിന്നും എനിക്ക് കഴിഞ്ഞ ദിവസം വളരെ ഒരു അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഈ ഒരു കൊല്ലത്തിനകത്ത് തന്നെ 2-3 കുടുംബങ്ങളിൽ പലർക്കും, ഒരാൾക്ക് നാരോ ആംഗിൾ വന്നിട്ട് എന്റെ കുടുംബത്തിൽ തന്നെയുള്ള എന്റെ അമ്മയുടെ കസിൻസിന്റെ ഫാമിലിയില് 3 പേർക്ക് ആ ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് നാരോ ആംഗിള്, ഞാൻ 5 സഹോദരങ്ങളുള്ള ഒരു കുടുംബമായിരുന്നു, അതിൽ 3 പേർക്ക് നാരോ ആംഗിൾ കണ്ടു. വേറെ നമ്മുടെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ്, അത് വളരെ അവര് അച്ഛനും അമ്മയും തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ലായിരുന്നു, എന്നിട്ട് പോലും അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു, ഈ കുട്ടിക്കും ഉണ്ടായിരുന്നു നാരോ ആംഗിൾ. അപ്പൊ പ്രിവെന്റീവ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ലേസർ ചികിത്സ ചെയ്യേണ്ടി വന്നു. പക്ഷെ നാരോ ആംഗിൾ ഗ്ലോക്കോമയെക്കാളും കൂടുതലായിട്ട് ശരിക്കും ചില പഠനങ്ങളിൽ പറയുന്നത് 50% വരെ പാരമ്പര്യമായിട്ട് ഗ്ലോക്കോമ കാണാനായിട്ട് സാധ്യതയുണ്ടെന്നാണ്. അതായത് ഇപ്പം നമുക്ക് സാധാരണ ഒരു വ്യക്തിക്ക് ഗ്ലോക്കോമ വരാനുള്ള സാധ്യതയിൽ നിന്ന് ഒരു 9 തവണ കൂടുതൽ, അല്ലെ 3 തൊട്ട് 9 തവണ വരെ കൂടുതലായിട്ട് ഗ്ലോക്കോമ വരാനായിട്ട് ഇവരിലെ സാധ്യത കൂടുതലാണ്. ഹെറിഡിറ്ററി ആയിട്ട് വരുന്നവർ. ജെനറ്റിക് സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. പണ്ട് 1-2 ജീൻസേ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ 10-12 ജീൻസ് വരെ അതിലുണ്ടാവുന്ന വ്യത്യസ്തത, മ്യൂട്ടേഷൻ കാരണമാണ് ഗ്ലോക്കോമ വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ, ഭവനത്തിലെ അച്ഛനോ അമ്മയ്ക്കോ ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികള് ആ ടെസ്റ്റുകള് നേരത്തെ തന്നെ ചെയ്യണം. സാധാരണ നമ്മൾ 40 വയസ്സിന് അടുത്താണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത്. കണ്ണിന്റെ പ്രഷർ നോക്കണം, ഞരമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം, ഗോണിയോസ്കോപ്പി ചെയ്യണം. ഇതെല്ലാ ടെസ്റ്റുകളും ഫീൽഡ് ടെസ്റ്റ് ചെയ്യണം. ഇത് 4 ടെസ്റ്റും എല്ലാവർക്കും ചെയ്യണം. പിന്നെ വേറെ ഇപ്പോഴത്തെ ഒരു പുതിയ സ്റ്റഡി അനുസരിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത്, മാതാപിതാക്കളും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയുന്നത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എന്നുള്ളതാണ്, അല്ലെ സഹോദരങ്ങൾ, ഇതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും തമ്മിൽ കൂടുതലുള്ള സാധ്യതയെക്കാളും സഹോദരങ്ങൾക്ക് കൂടുതലായിട്ട് വരാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നതായിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പല സ്റ്റഡീസിലും അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് നമ്മൾ ഗ്ലോക്കോമ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മക്കളെ നോക്കണം എന്ന് പറയുന്നതിനോടൊപ്പം സഹോദരങ്ങളും വന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ പറയണം. പല സന്ദർഭങ്ങളിലും സഹോദരങ്ങളുടെ ഇടയിൽ നമ്മൾ ഈ കണ്ണിന്റെ പ്രഷറും അതുപോലെ ഞരമ്പിന്റെ കേടുകളും ഒരു വ്യക്തിയില് ഗ്ലോക്കോമ ഉള്ള ഒരു വ്യക്തിയുടെ സഹോദരങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയുന്നത് മാതാപിതാക്കള്, കുഞ്ഞുങ്ങള്, സഹോദരങ്ങളാണ്. അപ്പൊ ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മക്കളെ മാത്രമല്ല സഹോദരങ്ങളെ നമ്മൾ സ്ക്രീൻ ചെയ്യാനായിട്ട് അവരെ അഡ്വൈസ് ചെയ്യണം. നമുക്കൊരു നേത്രരോഗ വിദഗ്ധർ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ കുടുംബങ്ങളിൽ ഇത് വന്ന്, കാരണം നമുക്കറിയാം ഗ്ലോക്കോമയുടെ ഒരു കേടുപാട് വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ, തിമിരം പോലെയല്ല. തിമിരം നമ്മൾ എടുത്തു കളഞ്ഞാൽ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് നമുക്ക് ലഭിക്കും. അതുപോലെയല്ല ഗ്ലോക്കോമയിൽ എന്തെങ്കിലും ഞരമ്പിന് കേട് വന്ന് നഷ്ടപ്പെടുന്ന കാഴ്ച ഒരിക്കലും തിരിച്ച് കിട്ടാൻ സാധ്യതയില്ല. നമുക്ക് കൂടുതലായിട്ടുള്ള പ്രോഗ്രസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ.